ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളെ വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ചില സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില സമയത്ത് ഒന്നുമില്ലെങ്കിൽ അവരൊരു മൂഡൗട്ടിലായിട്ട് ഇരിക്കുന്ന കാരണങ്ങൾ, വെറുതെ ഒരു മൂഡൗട്ടായിട്ട് ഇരിക്കുന്നത് എന്തായിരിക്കും അതിന് കാരണങ്ങൾ? അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് കാരണങ്ങളാണ്. സ്ത്രീകൾ ഉണ്ടാകുന്ന മൂഡ് സ്വിങ് കാരണങ്ങൾ അറിയാം നമുക്ക്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂഡ് സ്വിങ്ങിന് കാരണമാകും. തൈറോയ്ഡ് ഗ്രന്ഥി ഊർജത്തെയും മാനസികാവസ്ഥയെയും ബാധിക്കുന്നു. തൈറോയ്ഡ് പ്രശ്നങ്ങൾ മൂഡ് സ്വിങ്ങിന് കാരണമാകും. പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മാനസികാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂഡ് സ്വിങ് ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മൂഡ് സ്വിങ് ഉള്ളവർ സന്തോഷവും ആവേശം ഉണ്ടാകും, വളരെ പെട്ടെന്നാകും അത് തിരിഞ്ഞിട്ട് സങ്കടമോ ദേഷ്യമോ ഉണ്ടാകുന്നത്. സ്ത്രീകളിൽ മൂഡ് സ്വിങ് ഉണ്ടാകുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതായത് ആർത്തവ സമയത്തും ഗർഭകാലത്തും മൂഡ് സ്വിങ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സ്ത്രീകളിൽ മൂഡ് സ്വിങ് കാരണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെയാണ് കാരണങ്ങൾ അറിയാനായിട്ട്. ഹോർമോണുകളിലെ മാറ്റങ്ങൾ, അതാണ് ആദ്യത്തെ കാരണം. ഹോർമോൺ വ്യതിയാനങ്ങൾ മാനസികാവസ്ഥയ്ക്ക് കാരണമാകും. ഇത് സാധാരണയായി പ്രായപൂർത്തിയാകുമ്പോൾ ആർത്തവം, ഗർഭധാരണ അല്ലെങ്കിൽ ആർത്തവ വിരാമം തുടങ്ങിയ സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഒരു സ്ത്രീയുടെ ശരീരം വലിയ ഏറ്റക്കുറച്ചിലുകളിലൂടെ ഹോർമോൺ അളവിൽ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. ഇത് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. ആർത്തവ ചക്രം, ഗർഭം, പ്രസവാനന്തരം, ആർത്തവ വിരാമം എന്നിങ്ങനെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമാണ് മൂഡ് സ്വിങ് കൂടുതലായി കാണപ്പെടുന്നത്. അതുകൂടാതെ മാനസിക ആരോഗ്യ കാരണങ്ങളുണ്ട്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ബൈപോളാർ ഡിസോർഡർ, വിഷാദരോഗം, ഉത്കണ്ഠ എന്നിവ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങളുടെ കാരണങ്ങളാണ്. ബൈപോളാർ ഡിസോർഡർ ഒരാളിൽ ഒരു സമയം വളരെ സന്തോഷവാനും ഊർജവും നൽകാൻ കഴിയും. മറ്റൊന്ന് പെട്ടെന്ന് സങ്കടത്തിനും ദേഷ്യത്തിനും കാരണമാകും. അതുകൂടാതെ മറ്റൊരു മൂഡ് സ്വിങ്ങിനുള്ള മറ്റൊരു കാരണമാണ് ജീവിതശൈലി. അതായത് ജീവിതശൈലി എന്ന് പറയുന്നത് ജോലിയുടെ സമ്മർദ്ദം, നമ്മൾ ജോലി ഭാരം കൂടുതലാകുമ്പോൾ അതുകൂടാതെ മോശം ഉറക്കമില്ലായ്മ, പിന്നെ വ്യായാമം ഇല്ലായ്മ, അനാരോഗ്യപരമായ ഭക്ഷണക്രമം എന്നിവയെല്ലാം ഒരാളുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾക്ക് കാരണങ്ങളാണ്. പിന്നെ അതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂഡ് സ്വിങ്ങിന് കാരണം. തൈറോയ്ഡ് ഗ്രന്ഥി ഊർജ്ജത്തെയും മാനസികവും ബാധിക്കുന്നു. തൈറോയ്ഡ് പ്രശ്നങ്ങൾ മൂഡ് സ്വിങ്ങിന് ഒരു പ്രധാനമായ കാരണമാണ്. അല്ലെങ്കിൽ അതുകൂടാതെ പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക അവസ്ഥകൾക്ക് ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാണ്. അപ്പോൾ ഏത് കാരണമാണെന്ന് നമ്മൾ പ്രത്യേകമായി കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ആശുപത്രിയിൽ പോയിട്ട് ഇതിന് വ്യക്തമായ ചികിത്സയും നേടേണ്ടതാണ്.